ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ലിറ്റിൽ ഹാപ്പിനെസ്. ഇപ്പം ഞാനുള്ളത് ബാംഗ്ലൂർ വീട്ടിലായില്ലേ. നമ്മൾ തിരിച്ച് ഊട്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നു, കുറച്ച് ദിവസമായി. അപ്പം ഇനിയുള്ളതെന്ന് പറയുന്നത് ഇനിയുള്ള വരുന്ന ഈ എപ്പിസോഡിൽ, ഇത് നമ്മുടെ ലാസ്റ്റ് ഊട്ടി ട്രിപ്പിൻ്റെ എപ്പിസോഡാണ്. ഒരുപാട് നീട്ടിയിട്ട് ആരെ വെറുപ്പിക്കുന്നൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡും നമ്മുടെ സെക്കൻഡ് ഡേ ഇല്ലേ, സെക്കൻഡ് എപ്പിസോഡല്ല, സെക്കൻഡ് ഡേ ഊട്ടിയുടെ അതിൻ്റെ ബാലൻസ് കുറച്ച് ഭാഗങ്ങളും നമ്മൾ ഊട്ടിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുന്ന ആ ഒരു യാത്രയുടെ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ എപ്പിസോഡിലുള്ളത്. അപ്പം കഴിഞ്ഞ എൻ്റെ 2 വീഡിയോസിലും തന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷമാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ സപ്പോർട്ടും ഒക്കെ എനിക്ക് എല്ലായിടത്തുനിന്നും കിട്ടി. സോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ വീഡിയോ നമുക്ക് പോയി കാണാം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ കൊറോണയുടെ റിസൾട്ട് വന്നു, കൊറോണ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു കൊറോണ ടെസ്റ്റ് ചെയ്തു, ടെൻഷനാന്നൊക്കെ. വെറുതെ ടെൻഷൻ അടിച്ചു. റിസൾട്ടൊക്കെ വന്നു, എല്ലാവരും ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അവലാഞ്ചി ലേക്കിലോട്ട് വരുന്ന വഴിയിലൊരു ലേക്കാണിത്, എമറാൾഡ് ലേക്ക്. എമറാൾഡ്, ഓക്കെ. അവലാഞ്ചി ലേക്ക് ക്ലോസ്ഡ് ആണ്. സോ അതിന്റെ വരുന്ന വഴിയിലാണ്. അവലാഞ്ചി ലേക്കിന്റെ ഒരു സൈഡ് അപ്പുറത്തുണ്ട്, നമ്മൾ ആ പോകുന്ന വഴി കാണാം. പക്ഷെ എന്താ, അവിടെ വരെ ചെന്നിട്ട് ആണ് അവര് ഇടയ്ക്കൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. നമ്മൾ അവിടെ ഒരുപാട് പേര് വന്നു, പക്ഷെ അവിടെ വരെ വന്ന് ചെന്ന് കഴിയുമ്പോഴാണ് അവർ പറയുന്നത് അത് ക്ലോസ്ഡ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമാണ്. സോ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ നല്ല നല്ല ഗ്രീൻ കളർ വാട്ടർ ആണ് ഇവിടെ, നല്ല ഭംഗിയുണ്ട്. ഓരോരുത്തടുത്ത് ഇങ്ങനെ വരുന്നവരുണ്ടല്ലോ, ഓരോരോ ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിച്ചോണ്ട് അങ്ങോട്ട് പോയപ്പോഴേ ഈ സൈഡാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ കുറെ ഓട്ടോ ഒക്കെ നിർത്തിയിട്ട് ആൾക്കാർ നിൽക്കുന്നത്, ആണുങ്ങൾ മാത്രം. അപ്പം നമ്മൾ നിർത്തിയില്ല, കുറെ ആൾക്കാരെ എന്ത് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതേ സ്ഥലം, ആ സ്ഥലം തന്നെ വിപിൻ നോക്കി വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇറങ്ങാൻ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ മാടിച്ചിരുന്നു. എനിക്ക് വിശപ്പ് കാരണം ഞാൻ മാടിച്ചിരുന്നു. പക്ഷെ വന്നിട്ടുണ്ടല്ലോ, ഫോട്ടോസൊക്കെ ഉണ്ട്, നല്ല ഫോട്ടോസ് എടുത്തു. പോവാൻ തോന്നുന്നില്ല, പക്ഷെ വിശപ്പുണ്ട്. നല്ല രസമുണ്ട്, എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല. വരുന്നവരെന്തായാലും ഇങ്ങനെയുള്ള ഇത് നോക്കണം. അപ്പോ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ. ആക്ച്വലി വിശന്നിട്ട് കുടല് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ കിടക്കായിരുന്നു. 4 മണിയായി. തലശ്ശേരി ബിരിയാണി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചോട്ടോ. തലശ്ശേരി റെസ്റ്റോറന്റിൽ വന്നിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പൊ നമ്മള് തലശ്ശേരി റെസ്റ്റോറന്റിൽ ഇരിക്കുക. അപ്പൊ സമയം 4 മണി കഴിഞ്ഞു. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടായിരിക്കും എനിക്ക് തല കാണാൻ കേട്ടോ. ഞാൻ കറങ്ങി കുത്തി കാറിയിരിക്കായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ സെറ്റ് ആക്കാനുണ്ട് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് സഹിക്കാൻ പറ്റൂല. അപ്പൊ എല്ലാവർക്കും വിശപ്പ് എന്ന് വെച്ചാൽ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ കുറെ എല്ലാരും നടന്നു, അങ്ങനൊക്കെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ബിരിയാണി വെയിറ്റ് ചെയ്യാം. എനിക്ക് സംസാരിക്കാൻ വയ്യ, ഞാൻ നല്ല രീതിയിലാ. ഇപ്പൊ സമയം 5 മണിയായി. നല്ല തണുപ്പ്. ഈ ജാക്കറ്റൊക്കെ വീണ്ടും എടുത്തിട്ടു. ഭയങ്കര തണുപ്പ്. പക്ഷെ കണ്ട വെയിലടിക്കുന്നുണ്ട്, നമ്മ ഷാഡോ ഇങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫീലും ഇല്ല. കൈ പോലും വെളിയിലിടാൻ വയ്യ. അപ്പം ഇവിടുന്ന് ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങണം. ബിക്കോസ് 6:30 ആകുമ്പം റോസ് ഗാർഡനും അടയ്ക്കും. അപ്പൊ നമ്മൾ ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെയും കൂടെ ഒന്ന് കാണാനുള്ളതാ. നല്ല ടയർഡാ ഫുഡ് കഴിച്ചിട്ട്. സോ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടിട്ട് നമ്മൾ റോസ് ഗാർഡനിലും പോവാണ്. മാസ്ക് ഇല്ലാതെ അകത്ത് കയറ്റില്ല. അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് മോഡൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളാണ്, പക്ഷെ അവരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചെടിയാണ്. സോ അതിന്റെ ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത ഭംഗിയുണ്ട്.
ഗാർഡൻ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നിറയെ റോസ് ഗാർഡൻ, അതിനിടയിൽ കൂടെ ഇങ്ങനെ നടക്കാം. പക്ഷെ അതൊന്നും അല്ല. റോസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. 40 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് ചാർജ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്രയില്ല, ജസ്റ്റ് വേണമെങ്കിലും ഒന്ന് നടക്കാം, അത്ര തന്നെ. പിന്നെന്താ പറയാ, സൂപ്പർ വ്യൂ ഉണ്ട് ഇവിടുന്ന്. നമ്മൾ കണ്ടിട്ടുള്ള റോസസ് ഒക്കെ തന്നെ കേട്ടോ. അതുകൊണ്ടൊരു പുതുമ തോന്നുന്നില്ല എനിക്ക്. നമ്മളെല്ലാ കളേഴ്സും കണ്ടിട്ടുള്ളതാ വീട്ടില്, ആ ഉള്ള കളേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുതുമയായിട്ട് തോന്നുന്നില്ല. പിന്നെ റോസസ് ചിലപ്പോൾ ഓരോ സീസൺ വൈസ് ആയിരിക്കും, നമ്മളിപ്പം അങ്ങനെ പറഞ്ഞുവിടാം, സീസൺ വൈസ് ആയിരിക്കും. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഫൈനൽ ഡേ ആണ്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാറായപ്പോഴത്തേക്കും തണുപ്പൊക്കെ കുറഞ്ഞു. നമ്മളിന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ചു പോകും. അതിൻ്റെ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു പോകാനാണ് പ്ലാൻ. അപ്പോൾ എന്താ പറയുക, മാക്സിമം വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും. എല്ലാവരും അതൊക്കെ വിചാരിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യണം, കൂടെ കാണണം. കഴിച്ചു കഴിഞ്ഞു, വേറെ നിറച്ച് കഴിച്ചു. ഇനി പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, കഴിക്കണം. ഇന്നത്തെ ഫുഡ് സൂപ്പറായിരുന്നു. എക്സ്പെക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഫുഡാണ്. നാട്ടിലെ ചട്നി പോലത്തെ എല്ലാം കിട്ടും, നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മളിപ്പം പൈൻ വാലിയിലാണ്. ഊട്ടിയിൽ നിന്ന് മൈസൂർ പോകുന്ന റൂട്ടാണ്. വരുന്ന വഴിക്ക് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്ന കണ്ടു, അപ്പോൾ ജസ്റ്റ് കയറുന്നത്. താഴോട്ടും ഉണ്ട് മേലോട്ടും ഉണ്ട്. നമ്മൾ മേലോട്ടാണ് വന്നത്. ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്. അതിൽ ഹോഴ്സ് റൈഡിൽ എനിക്ക് പേടിയാണ്, ഞാൻ കയറുന്നില്ല. പിന്നെന്താ, കുറേ നല്ല സീനറീസ് ഒക്കെ ഉണ്ട്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്ന കണ്ട മരം പറഞ്ഞാൽ ഒടിഞ്ഞിരിക്കുക, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. കണ്ടാ വെയിലായിട്ട് തോന്നുമെങ്കിലും നല്ല തണുപ്പുണ്ട്. ബട്ട് ജാക്കറ്റ് ഇട്ടിട്ട് പിന്നെന്തിനാ ഊട്ടി വന്ന് വിചാരിച്ചിട്ട് ജാക്കറ്റ് ഇടാണ്ടിരിക്കുക. അപ്പം എല്ലാ വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഓടിച്ച് കണ്ടിട്ട് വരാം. അതികഠിനമായ തലവേദന കാരണം ബ്ലോഗർ ഒരു കാഴ്ചയും കാണാതെ ഇത്രയും നേരം നല്ല സുഖം ഉറക്കമായിരുന്നു. ഹായ് ഓൾ, അങ്ങനെ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇപ്പം എത്തിയതേ ഉള്ളൂ. ഇപ്പം സമയം ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ എത്തിയതേ ഉള്ളൂ. വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു. ബാംഗ്ലൂർ കടന്നതും ട്രാഫിക് ഭയങ്കരമായിരുന്നു. അങ്ങനെയാണ്, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എത്തായിരുന്നു. ബിക്കോസ് നമ്മൾ വരുന്ന വഴിക്ക് മൈസൂർ സൂവിലൊക്കെ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഓപ്പൺ എന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇന്ന് അവധിയാണ്, നാളെ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അങ്ങനെ വരുന്ന വഴിക്ക് ചെറിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ വരേണ്ടത്, ഒരു 6:30 ആകുമ്പോൾ വരേണ്ടതാണ്. പക്ഷേ ബാംഗ്ലൂർ കാണുന്നതും പഴയ പോലെ ബാക്ക് ടു ട്രാഫിക്കിലേക്ക് എത്തിയിട്ടുണ്ട് ബാംഗ്ലൂർ. അപ്പം അതിനകത്ത് കിടന്ന് കുറച്ച് ഇതായിപ്പോയി. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റിയില്ല, നല്ല തലവേദന ആയിരുന്നു. ഇപ്പോൾ വന്നു, ജസ്റ്റ് ഒന്ന് ഇരുന്നൊരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതും വീഡിയോസ് എടുക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്ന എല്ലാം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടായിരിക്കും. ഇങ്ങനെ പല പല യൂട്യൂബ് വീഡിയോസ് കണ്ട് അതിൻ്റെയൊക്കെ അറിവിൽ ചെയ്തതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ഓവറോൾ ടൂറ് എനിക്ക് തോന്നുന്നു, ഞാൻ ഫസ്റ്റ് ടൈം ഊട്ടിക്ക് പോകുന്നത്.
അതല്ല ഇങ്ങനെ ഒരു 3 ദിവസത്തെ ട്രിപ്പൊക്കെ എനിക്കൊന്ന് +2 ടൂറിന് എന്തോ പോയതാണ്. അതിനുശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ പോണ്ടി അവിടെയൊക്കെ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്നും നടന്നില്ല, കൊറോണയായി. അതിനുശേഷം ഒന്നും നടന്നതുമില്ല. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, ഈ ടൂറിൽ ഹാപ്പിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം എല്ലാം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.